നമസ്കാരം, വെൽക്കം ടു കർമ്മ അക്കാഡമി. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വിവിധ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് ഉള്ള ജോലി സാധ്യതകളും അവയുടെ പ്രായപരിധിയും അവയ്ക്ക് വേണ്ടുന്ന യോഗ്യതകളെ പറ്റിയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിലേക്ക് അപേക്ഷിക്കാനുള്ള മിനിമം യോഗ്യത ഏതെങ്കിലും ഒരു വിഷയത്തിലെ ഗ്രാജുവേഷൻ ആണ്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പരീക്ഷകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം അഥവാ CGL എക്സാം. സിവിൽ സർവീസ് തസ്തികകളായ ഗ്രൂപ്പ് എക്ക് താഴെ വരുന്ന ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി, സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസ്, ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ എന്നീ തസ്തികകളിലാണ് SSC CGL പരീക്ഷ നടക്കുന്നത്. ഗ്രൂപ്പ് ബി തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി 18 മുതൽ 30 വയസ്സ് വരെയും, ഗ്രൂപ്പ് സി തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി 18 മുതൽ 27 വയസ്സ് വരെയുമാണ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി 20 മുതൽ 30 വയസ്സ് വരെയും, ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ പരീക്ഷയിൽ അപേക്ഷിക്കാനുള്ള പ്രായപരിധി 18 മുതൽ 32 വയസ്സ് വരെയുമാണ്. SSC കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ പരീക്ഷകളിൽ ഉൾപ്പെടുന്നവയാണ് ലോവർ ഡിവിഷൻ ക്ലർക്ക് LDC, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, PA അഥവാ പോസ്റ്റൽ അസിസ്റ്റന്റ് അഥവാ സോർട്ടിംഗ് അസിസ്റ്റന്റ്, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നിവ. ഈ തസ്തികകളിലേക്കെല്ലാം അപേക്ഷിക്കാനുള്ള പ്രായപരിധി 18 മുതൽ 27 വയസ്സ് വരെയാണ്. 12ാം ക്ലാസ് ജയമാണ് യോഗ്യത. എന്നാൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ഓഫീസിലേക്കുള്ള ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്കുള്ള യോഗ്യത 12ാം ക്ലാസ്സിൽ സയൻസ് വിഷയം പഠിച്ചവരായിരിക്കണം. അതുകൂടാതെ മാത്സ് ഒരു വിഷയമായിട്ട് പഠിച്ചിരിക്കണം. SSC MTS അഥവാ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് തസ്തികയിലേക്കുള്ള യോഗ്യത 10ാം ക്ലാസ് ജയമാണ്. 18 മുതൽ 25 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് MTS തസ്തികയിലേക്ക് അപേക്ഷിക്കാം. SSC സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് C, ഗ്രേഡ് D തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത 12ാം ക്ലാസ് ജയമാണ്. ഗ്രേഡ് C തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ 18 മുതൽ 30 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കഴിയും. ഗ്രേഡ് D തസ്തികയിലേക്ക് 18 മുതൽ 27 വയസ്സ് വരെയാണ് അപേക്ഷിക്കാനുള്ള പ്രായപരിധി. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പരീക്ഷയാണ് SSC GD അഥവാ SSC GD ജനറൽ ഡ്യൂട്ടി കോൺസ്റ്റബിൾ എന്ന് പറയുന്നത്. 10ാം ക്ലാസ് അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ ജയമാണ് അടിസ്ഥാന യോഗ്യത. 18 മുതൽ 23 വയസ്സ് വരെ പ്രായപരിധിയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുന്നത്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ജൂനിയർ എഞ്ചിനീയർ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത 3 വർഷത്തെ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമയാണ്. പ്രായപരിധി 18 മുതൽ 30 വയസ്സ് വരെയാണ്. സെൻട്രൽ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റിലേക്കാണെങ്കിൽ 32 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. SSCയുടെ ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത ഹിന്ദിയിലുള്ള ഒരു മാസ്റ്റേഴ്സ് ബിരുദമാണ്. 18 മുതൽ 30 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അഥവാ SSC നടത്തുന്ന എല്ലാ പരീക്ഷകളിലും OBC വിഭാഗത്തിന് 3 വർഷം, SC/ST വിഭാഗങ്ങൾക്ക് 5 വർഷം, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് അഥവാ ഭിന്നശേഷി വിഭാഗങ്ങൾക്ക് 10 വർഷം എന്നീ നിലകളിൽ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് അഥവാ RRB നടത്തുന്ന 2 പ്രധാന പരീക്ഷകളാണ് RRB NTPC, RRB ഗ്രൂപ്പ് D പരീക്ഷകൾ. RRB NTPC പരീക്ഷയിലേക്ക് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള ഒരു ഡിഗ്രിയാണ്. 18 മുതൽ 33 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് RRB NTPC പരീക്ഷയിലേക്ക് അപേക്ഷിക്കാം. RRB ഗ്രൂപ്പ് D തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത 10ാം ക്ലാസ് ജയമോ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റോ അഥവാ ITIയോ ആണ് യോഗ്യത. 18 മുതൽ 33 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് RRB ഗ്രൂപ്പ് D പരീക്ഷയിലേക്കും അപേക്ഷിക്കാം. RRBയുടെ RPF പരീക്ഷയിലെ കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത 10ാം ക്ലാസ് ജയമോ തത്തുല്യമോ ആണ്. 18 മുതൽ 25 വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് RPFന്റെ കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. എന്നാൽ RRB SI പരീക്ഷയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത് 20 മുതൽ 25 വയസ്സിനിടയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ്. ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. RRB ജൂനിയർ എഞ്ചിനീയർ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത എഞ്ചിനീയറിംഗിലെ ഡിപ്ലോമയോ, BE, BTech, BCA, BSc അഥവാ PGDCAയോ ആണ്. 18 മുതൽ 33 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് RRB ജൂനിയർ എഞ്ചിനീയർ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. RRBയുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് അഥവാ ടെക്നീഷ്യൻ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത 10ാം ക്ലാസ് ജയവും ITIയുടെ നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് അഥവാ സ്റ്റേറ്റ് കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് എന്നിവയുടെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റുമാണ്.
18 മുതൽ 28 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷിക്കാനുള്ള അവസരം. ഇന്റലിജൻസ് ബ്യൂറോയുടെ അസിസ്റ്റന്റ് സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസർ അഥവാ എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത ഏതെങ്കിലും ഒരു വിഷയത്തിലെ ബിരുദമാണ്. 18 മുതൽ 27 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ഇന്റലിജൻസ് ബ്യൂറോയുടെ സെക്യൂരിറ്റി അസിസ്റ്റന്റ് അഥവാ എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത 10ാം ക്ലാസ് ജയമോ തത്തുല്യമോ ആണ്. 27 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷിക്കാനുള്ള അവസരം. ഇന്റലിജൻസ് ബ്യൂറോയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പരീക്ഷയാണ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്. 10ാം ക്ലാസ് ജയമോ തത്തുല്യമോ ആണ് അപേക്ഷിക്കാനുള്ള യോഗ്യത. പ്രായപരിധി 18 മുതൽ 25 വയസ്സ് വരെയാണ്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ജൂനിയർ അസിസ്റ്റന്റ് ഫയർ സർവീസ് തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത 10ാം ക്ലാസ് ജയവും ഡിപ്ലോമയും അഥവാ 12ാം ക്ലാസ് ജയമാണ്. പ്രായപരിധി 18 മുതൽ 30 വയസ്സ് വരെയാണ്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഓഫീസിലേക്കുള്ള ജൂനിയർ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത ഏതെങ്കിലും ഒരു വിഷയത്തിലെ ബിരുദവും ടൈപ്പിംഗ് സ്പീഡ് 30 വേർഡ്സ് പെർ മിനിറ്റുമാണ്. 18 മുതൽ 30 വയസ്സ് വരെയാണ് അപേക്ഷിക്കാനുള്ള പ്രായപരിധി. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പരീക്ഷയാണ് എയർ ട്രാഫിക് കൺട്രോളർ അഥവാ ജൂനിയർ എക്സിക്യൂട്ടീവ്. BSc ഫിസിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സിലെ ബിരുദം അഥവാ എഞ്ചിനീയറിംഗ് BE BTech എഞ്ചിനീയറിംഗ് ബിരുദവുമാണ് യോഗ്യത. 18 മുതൽ 27 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷിക്കാനുള്ള അവസരം. എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അഥവാ ESICയിൽ അപ്പർ ഡിവിഷൻ ക്ലർക്ക് തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത ഏതെങ്കിലും ഒരു വിഷയത്തിലെ ഗ്രാജുവേഷനാണ്. 18 മുതൽ 27 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ESICയുടെ സ്റ്റെനോഗ്രാഫർ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത 50 വേർഡ്സ് പെർ മിനിറ്റിലെ ടൈപ്പിംഗ് സ്പീഡും ESICയുടെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത 10ാം ക്ലാസ് ജയവുമാണ്. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ അഥവാ EPFO നടത്തുന്ന പ്രധാന പരീക്ഷകളിലൊന്നാണ് സോഷ്യൽ സെക്യൂരിറ്റി അസിസ്റ്റന്റ് അഥവാ SSA. ഏതെങ്കിലും ഒരു വിഷയത്തിലെ ഗ്രാജുവേഷനും ടൈപ്പിംഗ് സ്പീഡ് 35 വേർഡ്സ് പെർ മിനിറ്റുമാണ് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത. പ്രായപരിധി 18 മുതൽ 27 വയസ്സ് വരെ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് അഥവാ IISലേക്ക് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത ഏതെങ്കിലും ഒരു വിഷയത്തിലെ ഗ്രാജുവേഷനാണ്. 18 മുതൽ 26 വയസ്സ് വരെ പ്രായപരിധിയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷിക്കാനുള്ള അവസരം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അഥവാ IITയിലേക്ക് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത ഏതെങ്കിലും ഒരു വിഷയത്തിലെ ഗ്രാജുവേഷനാണ്. 18 മുതൽ 30 വയസ്സ് വരെയാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി. കേന്ദ്ര സർവകലാശാലകളിലേക്ക് ലോവർ ഡിവിഷൻ ക്ലർക്ക് തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത ഏതെങ്കിലും ഒരു വിഷയത്തിലെ ബിരുദവും 35 വേർഡ്സ് പെർ മിനിറ്റ് ടൈപ്പിംഗ് സ്പീഡുമാണ്. ഇത് കൂടാതെ കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം. 32 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് LDC തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത്. കേന്ദ്ര സർവകലാശാലകളിലേക്ക് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് അഥവാ MTS തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത 10ാം ക്ലാസ് ജയമോ ITIയോ ആണ്. 32 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. കേന്ദ്ര സർവകലാശാലകളിലേക്ക് സ്റ്റെനോഗ്രാഫർ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത ഏതെങ്കിലും ഒരു വിഷയത്തിലെ ബിരുദവും സ്റ്റെനോഗ്രാഫിയിലുള്ള പ്രൊഫിഷ്യൻസിയുമാണ്. സ്റ്റെനോഗ്രാഫി ഇംഗ്ലീഷിൽ 80 വേർഡ്സ് പെർ മിനിറ്റുള്ള ടൈപ്പിംഗ് സ്പീഡും ഇംഗ്ലീഷ് ടൈപ്പിംഗിൽ 35 വേർഡ്സ് പെർ മിനിറ്റുമാണ് അത്യന്താപേക്ഷിതം. കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം. 32 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് ജൂനിയർ അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത 12ാം ക്ലാസ് ജയവും കൂടാതെ ഇംഗ്ലീഷിൽ 40 വേർഡ്സ് പെർ മിനിറ്റും ഹിന്ദിയിൽ 35 വേർഡ്സ് പെർ മിനിറ്റും ടൈപ്പിംഗ് സ്പീഡും അത്യന്താപേക്ഷിതമാണ്. 18 മുതൽ 27 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അസിസ്റ്റന്റ് രജിസ്ട്രാർ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത 55% തത്തുല്യ ഗ്രേഡോ ഉള്ള മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ്. 42 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ പോസ്റ്റൽ അസിസ്റ്റന്റ്, സോർട്ടിംഗ് അസിസ്റ്റന്റ് എന്നീ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത 12ാം ക്ലാസ് ജയമാണ്. 12ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് ഒരു കമ്പൽസറി സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഇതുകൂടാതെ അപേക്ഷിക്കുന്ന സ്ഥലത്തെ പ്രാദേശിക ഭാഷയിലുള്ള പരിജ്ഞാനവും പ്രധാനമാണ്. 18 മുതൽ 25 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷിക്കാനുള്ള അവസരം. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഗ്രാമീൺ ഡാക് സേവക് അഥവാ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ അഥവാ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ എന്നീ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത
10ാം ക്ലാസ് ജയമാണ്. 10ാം ക്ലാസ്സിൽ ഇംഗ്ലീഷും കണക്കും കമ്പൽസറിയായി പഠിച്ചിരിക്കണം. ഇത് കൂടാതെ സൈക്ലിങ്ങിലുള്ള അറിവും പ്രാദേശിക ഭാഷയിലുള്ള പരിജ്ഞാനവും ഉണ്ടായിരിക്കണം. 18 മുതൽ 40 വയസ്സ് വരെയുള്ള പ്രായപരിധിയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷിക്കാനുള്ള അവസരം.